പിന്നെ നമ്മളെ സമസ്ത കേരള ജമിയത്തുൽ ഉലമൻ്റെ 100ാം വാർഷികം നടക്കാൻ പോവാണ്. ഈ വരുന്ന ഫെബ്രുവരി ആദ്യ വാരത്തിൽ കാസർഗോഡിനടുത്ത കുഞ്ഞിയിൽ പ്രത്യേകമായി സജ്ജമാക്കപ്പെടുന്ന അല്ലെങ്കിൽ സജ്ജമാക്കപ്പെട്ടുകൊണ്ടിരിക്കണ അല്ലെങ്കിൽ സജ്ജമാക്കപ്പെട്ട വലിയ മൈതാനിയിൽ. അപ്പോൾ അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമനെ സ്നേഹിക്കുക, അതിനെ ബഹുമാനിക്കുക, അതിനെ ആദരിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ദീൻ രക്ഷപ്പെടാനുള്ളൊരു മാർഗ്ഗമാണ് അതെന്ന് മാത്രം. അപ്പോൾ ദീനി നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ അത് ദീനിയായ ഒരു അതൊന്നും നൽകുന്ന ഒരു സംഘടന, ഒരു ദീനിയായ സംഘടനയുടെ പിന്നിൽ നമ്മൾ നിൽക്കണം. ഭൗതികമായി നമുക്ക് ആവശ്യമുള്ള സംഗതികൾക്കൊക്കെ അതിനാവശ്യമുള്ളതായ മറ്റുള്ള സംഘടനകളിലൊക്കെ നിന്നുകൊണ്ടും നമുക്ക് പ്രവർത്തിക്കാം. അപ്പോൾ അതുകൊണ്ട് ദീൻ രക്ഷപ്പെടാൻ നമ്മളെ സഹായിക്കണ സംഘടനയാണ്. മഹാനാവുന്ന ശൈഖുന പറഞ്ഞതുപോലെ സ്വർഗത്തിലേക്ക് കൈ പിടിച്ചുകൊണ്ടാവാൻ പറ്റുന്ന മശായിഖന്മാരാണ് നമ്മളെ മുൻഗാമികളാവുന്ന മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ. അവരുടെ ആ തേരിയാണ് നമ്മൾ പിൻപറ്റി പോരുന്നത്. മഹാന്മാരാവുന്ന സ്വഹാബത്ത്, താബീയങ്ങൾ, താബീയങ്ങൾ, മശായിഖുകളൊക്കെ. അപ്പോൾ അതുകൊണ്ടിട്ട് അതിൻ്റെ 100ാം സമ്മേളന ചരിത്ര സംഭവമാക്കണം. ഇവിടെ വിദ്യാർത്ഥികൾ ഇവിടെ വന്നപ്പോൾ അതിനെതിൽ ശക്തമായി പ്രതിരോധിക്കുക. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അത് തന്നെയാണ്, ഇതിൽ യാതൊരു സംശയമില്ല. അതല്ലാത്ത മറ്റ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, മറ്റുള്ള ആരോഗ്യ പ്രവർത്തനങ്ങൾ, മറ്റ് ചാരിറ്റി, ഇതൊക്കെ സമസ്തൻ്റെ ലക്ഷ്യത്തിൽപ്പെട്ടതാണ്. അതൊക്കെ സമസ്തൻ്റെ ഭരണഘടനയിൽ രേഖപ്പെടുത്തിയതുമാണ്. ഇതൊന്നും അല്ലാന്ന് ആരും പറഞ്ഞില്ല. ഇവിടുത്തെ മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കണം, ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം, ഇതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം, നാം എല്ലാവരും ഇന്ത്യക്കാരാണ്, നമ്മൾ ഏകോദര സഹോദരന്മാരെന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. ഇതൊക്കെ ഉൾക്കൊള്ളുന്ന തന്നെയാണ് നമ്മൾ. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ ഭരണഘടന ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കള്ളത്തെരീക്കത്തുകൾ, ബിദഈ ആശയങ്ങൾ. നമ്മളെ വിശ്വാസം നേരാവണ്ടേ? നമ്മളെ വിശ്വാസം ഏതെങ്കിലും കള്ളത്തെരീക്കത്തിൽ പോയി പെട്ടിട്ടോ അല്ലെങ്കിൽ വല്ല ഷിയാക്കളെ വിശ്വാസത്തിൽ പോയി, ഇതൊക്കെ പോയി പെട്ടാൽ നമ്മൾക്ക് പിന്നെ ആഖിറത്തിൽ വല്ലതും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിനെ രക്ഷപ്പെടുത്താന്നുള്ളത് ഇവിടുത്തെ പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്തമാണ്, അവരുടെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടി സ്ഥാപിക്കപ്പെട്ടതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അപ്പോൾ അതിൻ്റെ ആ സമ്മേളനം പൂർണ്ണമായും കൊണ്ട് വിജയിക്കും എന്ന കാര്യത്തിൽ ആര് എന്ത് കളിച്ചാലും വിജയിക്കും. അപ്പോൾ അതിനെ വിജയിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്താക്കണം? ശ്രമിക്കണം, അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.